കൂടുതൽ ദി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിനു വേണ്ടി പ്രതിമാസം 189 രൂപ എന്ന നിരക്കില് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് IAS ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്. ജൂൺ 2-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 20 വില്ലേജ് പാനലുകളോട് മാംഗ്രൂവ് ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു മാംഗ്രൂവ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എന്താണ് തമിഴ്നാട്ടിൽ അത്തരത്തിലുള്ളൊരു ഡയറക്ഷൻ കൊടുക്കാൻ കാരണം എന്നുള്ളതാണ് നമ്മൾ ബ്രീഫായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ IUCN ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മാംഗ്രൂവ് ഫോറസ്റ്റുകളുണ്ട്. പ്രധാനമായിട്ടും തമിഴ്നാടുവിൻ്റെയും ശ്രീലങ്കയുടെയും മാലദ്വീപ്സിൻ്റെയും ഒക്കെ തീരങ്ങളിലായിട്ടാണ് ഈ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റുകൾ വരുന്നത്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, അതായത് വളരെയധികം വംശനാശ ഭീഷണി നേരിടുന്ന കുറച്ച് മാംഗ്രൂവ് എക്കോസിസ്റ്റത്തെ IUCN ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്ലോബൽ അസസ്മെൻറ്റ് മാംഗ്രൂവ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ കണ്ടൽ കാടുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്നതായിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയും അതിൽ തമിഴ്നാടുവിലെ കുറച്ച് മാംഗ്രൂവ് സിസ്റ്റംസ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മാംഗ്രൂവ് സിസ്റ്റംസ് അല്ലെങ്കിൽ കണ്ടൽ കാടുകൾ എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ വംശനാശ ഭീഷണി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഒന്ന് വുഡ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതായത് ഈ കണ്ടലിൻ്റെ തടി പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ വുഡിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും അതാണ് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നത്. രണ്ടാമത്തത് വനനശീകരണം എന്ന പോലെ തന്നെ ഡിഫോറസ്റ്റേഷൻ ആണ്. അതായത് കണ്ടൽ കാടുകളും കണ്ടൽ വനങ്ങളും മെല്ലെ മെല്ലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നാണ് ചെമ്മീൻ കൃഷി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷ്രിംപ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെമ്മീൻ അതുമായി ബന്ധപ്പെട്ട ജീവികൾ, അതായത് കൃഷി ചെയ്യുന്നതും കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ കണ്ടൽ കാടുകൾ നശിപ്പിക്കുന്നുണ്ട്. ഡാമുകളുടെയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടൽ കാടുകൾ നശിപ്പിക്കപ്പെടുന്നുണ്ട്. മറ്റൊന്നാണ് സീ ലെവൽ റൈസിൻ്റെ ഭാഗമായിട്ടും കണ്ടൽ കാടുകൾ നശിക്കുന്നുണ്ട്. കൂടാതെ സൈക്ലോണുകളുടെ എണ്ണം കൂടുന്നതും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നാശത്തിൻ്റെ ഭാഗമായിട്ടും കണ്ടൽ കാടുകൾ നശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെയാണ് കണ്ടൽ കാടുകൾ നശിക്കുന്നതിനും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റുകൾ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലേക്ക് വരാനും കാരണമായിട്ടുള്ളത്. ഇപ്പോൾ തമിഴ്നാടുവിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാംഗ്രൂവുകളെ കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. കാരണം 2001 23 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ 2021 അതായത് 20 വർഷം കഴിയുമ്പോഴത്തേക്കും അത് ഓൾമോസ്റ്റ് ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാടുവിലെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏകദേശം 25 സ്ക്വയർ കിലോമീറ്ററോളം മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ റിസ്റ്റോറേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഒരു 15 സ്ക്വയർ കിലോമീറ്ററിൻ്റെ റിസ്റ്റോറേഷനും കൂടി അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഫോറസ്റ്റുകളെ കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുന്നതായിട്ട് വാർത്ത വരുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തമിഴ്നാടിൽ അവർ വില്ലേജ് മാംഗ്രൂവ് കമ്മിറ്റികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ഇത്തരം മാംഗ്രൂവ് ഫോറസ്റ്റുകളുള്ള സ്ഥലത്ത് വില്ലേജ് ലെവലിലെ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് 20 എണ്ണം. ഈ കമ്മിറ്റികളോട് എന്ത് പറയുകയാണ്, ഈ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഗവൺമെൻറ് സ്റ്റെപ്പ്, അതായത് മാംഗ്രൂവ് ഫോറസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ, അതായത് ഒരു കമ്മ്യൂണിറ്റി ലെഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൺസർവേഷൻ എഫേർട്ടുകൾ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിട്ട് കാണാൻ വേണ്ടി വരും. അപ്പോൾ ഇതൊരു മാതൃകാപരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മോഡലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺസർവേഷൻ മെത്തേഡാണ്. ഓൾറെഡി നമ്മൾ കമ്മ്യൂണിറ്റി ഫോറസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിറ്റി ലെഡ് കൺസർവേഷൻ മെഷേഴ്സ് എടുക്കുന്നുണ്ട്. സിമിലർലി മാംഗ്രൂവുകളുടെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു സ്റ്റെപ്പാണ്. പ്രധാനമായിട്ടും നമുക്ക് കൺസർവേഷൻ മെഷേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ കമ്മ്യൂണിറ്റി ലെവലിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉദാഹരണം നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഉദാഹരണത്തെ നമുക്ക് ഇത്തരത്തിൽ ചോദ്യത്തിൽ നമുക്ക് എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ എലിഫന്റ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന IDS എന്ന് പറയുന്ന, അതായത് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം സ്ഥാപിച്ചു എന്നുള്ളതാണ്. സൗത്തേൺ റെയിൽവേ ആണ് സ്ഥാപിച്ചത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻട്രൂഷൻ സിസ്റ്റമാണ് ഇപ്പോൾ റെയിൽവേ ലൈനുകളിൽ സ്ഥാപിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഐഡിയ എന്നുള്ളത്. അതായത് നമ്മുടെ റെയിൽവേ ക്രോസിങ്ങുകളിൽ ആനകൾ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ഈ ട്രെയിൻ വന്നിട്ട് ആനകളെ ഇടിച്ച് ആനകൾ മരണപ്പെടുന്നതും ഒക്കെ നിരന്തരം വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആനകൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റത്തെക്കുറിച്ച് റെയിൽവേ നേരത്തെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ടെസ്റ്റിങ്ങും മറ്റുമൊക്കെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയിൽ
നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ ഫസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ സൗത്തേൺ റെയിൽവേയിൽ നടത്തിയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റമാണ്. അതായത് ഈ ഒരു ട്രെയിൻ ഇടിച്ചിട്ടുള്ള ആനകളുടെ മരണത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് കൊട്ടേക്കാട് മധുക്കരൈ എന്ന് പറയുന്ന പ്രത്യേകിച്ചും എലിഫൻറ്റ് ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. 33 കിലോമീറ്റർ സ്ട്രെച്ച്. ഈ ഒരു സ്ട്രെച്ചിലാണ് സൗത്തേൺ റെയിൽവേ ആദ്യമായിട്ട് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ഓർത്തു വെക്കേണ്ട കാര്യം, സൗത്തേൺ റെയിൽവേ ആദ്യമായിട്ട് കൊണ്ടുവരുന്നതാണ്. ഓൾറെഡി നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ ഇത് നേരത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കാം. ഏകദേശം 15.4 കോടി ചെലവിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഈ വർഷം 2024 ഇത് കംപ്ലീറ്റ് ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളത്. അതായത് റെയിൽവേ ലൈൻ്റെ 2 സൈഡിലും ഏകദേശം 130 കിലോമീറ്റർ നീളത്തിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ലേ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അതിനുശേഷം അവിടെ ഉണ്ടാവുന്ന ചെറിയ വൈബ്രേഷൻസ്, അതായത് ആനയൊക്കെ ചലിക്കുന്ന സമയത്ത് നല്ല വൈബ്രേഷൻസ് ഉണ്ടാവും, മൂവ്മെൻറ്റുകൾ ഉണ്ടാവും. ആ മൂവ്മെൻറ്റുകൾ മെഷർ ചെയ്തിട്ടാണ് ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്. അതൊരു വലിയ മൃഗമായിക്കോട്ടെ ചെറിയ മൃഗമായിക്കോട്ടെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നല്ല സെൻസിറ്റിവിറ്റി ഉണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻട്രൂഷൻ മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഏതെങ്കിലും മൃഗം കിടക്കുന്നുണ്ടെങ്കിൽ ഇൻട്രൂഷൻ മോണിറ്ററിങ് സെല്ലിലേക്ക് അതിൽ നിന്ന് സിഗ്നൽസ് പോവും, അടുത്തുള്ള സ്റ്റേഷൻസിലേക്ക് സിഗ്നൽസ് പോവും. അതുപോലെ അടുത്തുള്ള ട്രെയിനുകൾ ഉണ്ടെങ്കിൽ ആ ട്രെയിനിലെ ലോക്കോ പൈലറ്റ്സിനും റിയൽ ടൈമിൽ സിഗ്നൽസ് പോവും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആക്ച്വലി അവിടെ അതൊരു മൃഗമാണോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈബ്രേഷൻ ആണോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു വെഹിക്കിൾ ആണോ അല്ലെങ്കിൽ ഒരു മൃഗമാണോ എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ക്യാമറകളൊന്നും യൂസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡല്ല. അതായത് അക്കോസ്റ്റിക്സ്, വൈബ്രേഷൻസും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും ഉപയോഗിച്ചുള്ള ഒരു ടെക്നിക്കലാണ്. അതുപോലെ എക്സാക്റ്റ് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്തരം സിഗ്നൽസ് എടുക്കുമ്പോൾ ട്രെയിനിലെ ലോക്കോ പൈലറ്റിന് ഓൾറെഡി ഡയറക്ഷൻ പോകുന്നുണ്ട്, സ്റ്റേഷൻ മാഷിന് അലേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻട്രൂഷൻ മോണിറ്ററിംഗ് സെല്ലിനും അലേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. പക്ഷേ ഇത് ഭയങ്കര ചാലഞ്ചസ് ആണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രാക്കിൽ നിന്നും ഏകദേശം 100 മീറ്റർ ദൂരത്തിൻ്റെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, അതായത് ട്രാക്ക് ആണെങ്കിൽ 100 മീറ്ററൊക്കെ ദൂരത്തിലായിട്ടാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലേ ചെയ്യുന്നത്. പക്ഷേ എല്ലാ സ്ഥലത്തും നമുക്ക് അങ്ങനെ സ്ഥലം അവൈലബിൾ ആവണമെന്നില്ല. റെയിൽവേയുടെ കയ്യിൽ അത്രയും ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റണമെന്നുള്ളൂ. റെയിൽവേയുടെ കയ്യിൽ അത്രയും ലാൻഡ് ഇല്ലാത്ത ഒരു തടസ്സം തന്നെയാണ്. അതുപോലെ ഏകദേശം 120-130 km/h സ്പീഡിൽ വരുന്ന ഈ ഒരു ലോക്കോ പൈലറ്റിനെ ഈ ഒരു 100 മീറ്റർ അപ്പുറത്തുനിന്ന് ഒരു മൃഗം കടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ മൃഗം വളരെ വേഗത്തിലാണ് കടക്കുന്നത് എന്നുണ്ടെങ്കിൽ ലോക്കോ പൈലറ്റിനെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ടൈം കിട്ടണം എന്നില്ല. അതായത് എലിഫൻസ് വളരെ വേഗത്തിലാണ് കടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹേർഡ് ഓഫ് എലിഫൻ്റ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുകൂടി ഓർത്തുക. ചിലപ്പോൾ എലിഫൻ്റ് പെട്ടെന്ന് അപ്പിയർ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റിയാക്ഷൻ ടൈം കിട്ടണമെന്നില്ല. ബട്ട് നത്തിങ് ഈസ് ബെറ്റർ ദാൻ എന്ന് പറയുന്ന പോലെ ഒന്നുമില്ലാത്തതിനേക്കാൾ തമ്മിൽ ഭേദമായിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റത്തെ സജഷൻ നൽകാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റെയിൽവേ കൊണ്ടുവന്ന ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ഇത്തരത്തിലുള്ള മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുകളെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് പ്രപ്പോസ് ചെയ്യാവുന്നതാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിസ്റ്റുകളുടെ ഒരു ഋഗ്വേദ ടെക്സ്റ്റ് അവർ ഡെസിഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേസമയത്ത് ഈ ഒരു ഋഗ്വേദ ടെക്സ്റ്റുകളെയും അതുപോലെ തന്നെ ഹാരപ്പൻ സിവിലൈസേഷനെയും ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ആർക്കിയോളജിസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ ആക്ച്വലി എന്താണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ആർക്കിയോളജിസ്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. കൂടുതൽ ദി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിനു വേണ്ടി പ്രതിമാസം 189 രൂപ എന്ന നിരക്കിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് IAS ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്.